ഞങ്ങൾ ഇന്ന് ഡിന്നറിനൊരു സാൽമൺ ഗ്രില്ല് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗ്രിൽ ഫിഷ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി ആദ്യം അരിഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു 10 അല്ലി. പിന്നെ അതിലോട്ട് ഞങ്ങൾ കുറച്ച് ഒലിവ് ഓയിൽ മിക്സ് ചെയ്തു, കുറച്ച് സോയാ സോസ് മിക്സ് ചെയ്തു. ഓരോ ടീസ്പൂൺ മാത്രമേ മിക്സ് ചെയ്തുള്ളൂ. പിന്നെ അതിലേക്കൊരു ടീസ്പൂൺ ഹണി ഞങ്ങൾ മിക്സ് ചെയ്ത്, തേൻ മിക്സ് ചെയ്ത് അതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. പിന്നെ സോയാ സോസ് ഉള്ളതുകൊണ്ട് ഉപ്പ് നമ്മളൊന്ന് നോക്കിയിടണേ. സോയാ സോസിന് ഉപ്പ് ഉള്ളതുകൊണ്ട്. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് എരി കുറവ് പോലെ തോന്നുന്നു കുറച്ച് കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് തന്നെ. എന്നിട്ട് ഇതെല്ലാം നന്നായി ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഹേർബ്സ്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഹേർബ്സ് ഉണ്ടെങ്കിൽ ഡ്രൈഡ് ഹേർബ്സ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഒറിഗാനോ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒറിഗാനോ കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് അതിനെ ഇളക്കി എടുത്തിട്ട് അതിനെ നമ്മുടെ ഫിഷിലേക്ക് നല്ലതായിട്ട് പുരട്ടി തേച്ചു. അതിലൊരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഏതായാലും ഉണ്ടാക്കി, ബിക്കോസ് ഡിന്നർ ടൈം ആയിരുന്നു. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചുള്ളൂ, ബിക്കോസ് നമ്മൾ ആ മസാല മിക്സിൽ കുറച്ച് ഒലിവ് ഓയിൽ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്രിൽ പാനിൽ നമ്മൾ 2 സൈഡും മീനിൻ്റെ അധികം നേരം വേവിക്കാതെ എടുത്തു. ആൻഡ് അതിലൊരു 2 ഉള്ളി ഞങ്ങൾ ചുമ്മാ വെട്ടി അതിലോട്ട് തന്നെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ആ മീനിൻ്റെ ജ്യൂസും പിന്നെ ആ ഒലിവ് ഓയിലിൻ്റെ അതിൽ കിടന്ന് ഈ ഉള്ളിയും കൂടെ വേവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് ഗ്രില്ല് ചെയ്ത് കുറച്ച് നേരം, അധികം നേരമൊന്നും വേവാൻ വേണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു, ചപ്പാത്തി ആൻഡ് ഫിഷ് ഗ്രിൽ.